ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പുതുതായി വന്ന ഭേദഗതികൾ, ഇങ്ങനെ 8ഓളം ക്ലാസ്സുകൾ, വേരിയസ് ലിസ്റ്റുകൾ, ഇങ്ങനെ 8ഓളം ക്ലാസ്സുകളാണ് ഇതിന് മുൻപായിട്ട് തന്നിട്ടുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പഞ്ചായത്ത് രാജും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളുമാണ്. അപ്പോൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ വിശദമായി പഠിച്ച് വെച്ചേക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമായ പഞ്ചായത്തി രാജ് എന്ന ഭാഗത്തേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏത്? പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി അഥവാ അമെൻമെൻ്റ് ആണ് 73-ാം ഭേദഗതി. 73-ാം ഭേദഗതി ഏത് വർഷമാണ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 1992-ലാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പാസ്സാക്കിയ വർഷമാണ് 1992. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40 ഭാഗം 4 ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 ഇത് വരുന്നത്. ആർട്ടിക്കിൾ 40. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 ഭാഗം 4. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. മറക്കരുത്, പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നാഗൂർ ജില്ല. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ജില്ലയാണ് നാഗൂർ ജില്ല. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1959 ഒക്ടോബർ 2. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1959 ഒക്ടോബർ 2. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഓർ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, ഒരേ ആൻസറാണ് ആന്ധ്രാപ്രദേശ്. നരസിംഹറാവു ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1991 സെപ്റ്റംബറിലാണ്. 1991 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ ഭേദഗതി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായ വർഷം ചോദിച്ചാൽ 1992 ഡിസംബർ 22 1992 ഡിസംബർ 22 ഈ അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ പാസ്സായത്. ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സായ വർഷം 1992 ഡിസംബർ 23, തൊട്ടടുത്ത ദിവസങ്ങളിലാണ്. ഡിസംബർ 22 ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായി, ഡിസംബർ 23 രാജ്യസഭയിൽ പാസ്സായി. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എന്ന്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷമാണ് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 9ാമത്തെ ഭാഗം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. അപ്പോൾ ഏത് ഭാഗമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്? 9ാമത്തെ ഭാഗമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് 73-ാം ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡ്, മേഘാലയ, മിസോറാം 3 സംസ്ഥാനങ്ങളിലാണ് പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്തത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 50% കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്.
എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, എങ്കിലും ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപും വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ പിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പൺ പ്രഭു ആണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? വൈസ്രോയിയും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭു ആണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടുന്നത്, റിപ്പൺ പ്രഭുവുമാണ്. പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച വ്യക്തി ആരാണ്, അല്ലെങ്കിൽ കമ്മിറ്റി ആരാണ്? GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനായി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല സ്ട്രക്ചറാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇനി പഞ്ചായത്ത് രാജുകളുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക, 11ാം പട്ടികയിലാണ് പഞ്ചായത്ത് രാജുകളുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. എത്ര വയസ്സാണ്? 21 വയസ്സാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഗവൺമെന്റ് പഞ്ചായത്ത് രാജിനെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലാവധി 6 മാസത്തിനകമാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാരണവശാൽ പഞ്ചായത്ത് രാജിനെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലാവധി എന്ന് പറയുന്നത് പരമാവധി 6 മാസത്തിനകമാണ്. ഇനി നമുക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇത് നടന്ന വർഷം 1952 ആണ്. പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അഥവാ NES എന്ന് പറയും. CDPയും NESും. CDP 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് NES 1953 എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ 1957 ഇന്ത്യൻ ഗവൺമെൻറ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1957. എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 ഇവയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏത്? ചോദിക്കാമെന്നല്ല, ചോദിച്ചിട്ടുണ്ട്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജില്ലാ പരിഷത്ത് അഥവാ ജില്ലാ തലം, പഞ്ചായത്ത് സമിതി അഥവാ ബ്ലോക്ക് തലം, ഗ്രാമപഞ്ചായത്ത് അഥവാ വില്ലേജ് തലം. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അധ്യക്ഷത പ്രകാരം ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയൊക്കെയാണ്? ജില്ലാ പരിഷത്ത് ജില്ലാ തലം, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലം, ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലം. ഇനി ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ ആരായിരിക്കും? ഇതിൻ പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ ആയിരിക്കും ജില്ലാ കളക്ടർ. ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാനായിരിക്കും ജില്ലാ കളക്ടർ. ഇനി പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്, അല്ലെ ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതായി അശോക് മേത്ത കമ്മിറ്റി. ആദ്യത്തേത് ബൽവന്ത് റായ് മേത്തയായിരുന്നു, ഇത് അശോക് മേത്ത കമ്മിറ്റി. ജനതാ ഗവൺമെൻറ് 1977 ഡിസംബറിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കായി നിയമിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് വേണ്ടിയിട്ട്
ജനതാ ഗവൺമെൻറ് ഏത് വർഷമാണ് അശോക് മേത്ത കമ്മിറ്റി നിയോഗിച്ചത്? 1977. അതായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57 വന്നത്. 20 വർഷം കഴിഞ്ഞിട്ടാണ് അശോക് മേത്ത കമ്മിറ്റി വരുന്നത്. 1977 നിയോഗിച്ചത് ജനതാ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നിലവിൽ വന്ന കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് വന്നത് 1977 റിപ്പോർട്ട് സമർപ്പിച്ചത് തൊട്ടടുത്ത വർഷമാണ് 1978. ഓക്കെ, അപ്പോൾ 1978 അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്, വന്നത് 1977. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനമായി മാറ്റാൻ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. അതായത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമായിരുന്നു ആദ്യം വന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതെങ്കിൽ രണ്ടാമത് 1977 വന്ന അശോക് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം 2 തലത്തിലേക്ക് മാറി. ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജില്ലാ പരിഷത്ത് അഥവാ ജില്ലാ തലം, അതുപോലെ തന്നെ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 15,000 രൂപ മുതൽ 20,000 വരെ മൊത്തം ജനസംഖ്യ, 15,000 മുതൽ 20,000 വരെ മൊത്തം ജനസംഖ്യ വരുന്ന ഗ്രാമങ്ങളുടെ ഒരു ഗ്രൂപ്പ് അടങ്ങുന്ന പഞ്ചായത്തിനെയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ 2 തലങ്ങളിലായിട്ട് ദ്വിതലങ്ങളിലായിട്ട് മാറ്റണം, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ മാറ്റണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, ഒന്നും കൂടി പറയുന്നു, 2 ദ്വിതലങ്ങളിലേക്ക് മാറ്റാനായിട്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ജില്ലാ പരിഷത്ത് അഥവാ ജില്ലാ തലമെന്നും മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 15,000 മുതൽ 20,000 വരെ മൊത്തം ജനസംഖ്യ വരുന്ന ഗ്രാമങ്ങളുടെ ഒരു ഗ്രൂപ്പ് അടങ്ങുന്ന പഞ്ചായത്താണ് മണ്ഡൽ പഞ്ചായത്ത്. ഇനി അശോക് മേത്ത കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? അശോക് മേത്ത കമ്മിറ്റി ഇങ്ങനെയും അറിയപ്പെട്ടിരുന്നു, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെട്ടിരുന്ന കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെട്ടിരുന്നത്. ഇനി മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? അശോക് മേത്ത കമ്മിറ്റി. ഇനി അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആയിരുന്നതും പ്രീവിയസ് ചോദ്യമാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു EMS. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? EMS ആയിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനം. ഓക്കെ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയുന്നു. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചതിന് ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. മധ്യപ്രദേശിലാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത്.